സോ ഈ വീഡിയോനകത്ത് നമ്മൾ HTML വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടാഗാണ് നോക്കാൻ പോകുന്നത്, ഡയലോഗ്. സോ ഡയലോഗ് ടാഗ് എന്തിനു ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ പോപ്പപ്പുകൾ കാണിക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടാഗാണ് ഡയലോഗ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സാധാരണ രീതിയിൽ നമ്മളൊരു പോപ്പപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു എലമെന്റ് ഉണ്ടാക്കിയിട്ട് CSS ഉപയോഗിച്ചിട്ട് കുറച്ചധികം സ്റ്റൈൽ ചെയ്യേണ്ടി വരും. അതായത് ആ ഡയലോഗിന്റെ പാരന്റ് എലമെന്റിന്റെ പൊസിഷൻ റിലേറ്റീവ് ആക്കിയിട്ട് ആ പോപ്പപ്പ് ആക്കേണ്ട എലമെന്റിനെ നമ്മൾ അബ്സല്യൂട്ട് പൊസിഷൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ടോപ്പും ലെഫ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ സ്റ്റൈൽ ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, സോ അത് ചെയ്യാൻ അത്ര പാടല്ല, എന്നാലും അതൊരു ഇൻബിൽഡ് ഫീച്ചർ അല്ല ഒരു HTML-ന്റെ. പക്ഷേ ലേറ്റർ HTML5-നകത്ത് ഈ പോപ്പപ്പ് ഒരു ഇൻബിൽഡ് ആയിട്ട് ഒരു ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. സോ അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ അതിന് HTML ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് തരുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിതിന് ഒരു ID കൊടുക്കാം, മൈ ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ID. സോ നമ്മൾ ഇതിനകത്ത് തൽക്കാലം ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ സോ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയലോഗ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമ്മൾ പറഞ്ഞു കൊടുക്കണം. സോ അത് നമ്മൾ മിക്കവാറും ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, എന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യും വേണം, ക്ലോസ് ചെയ്യും വേണം. ഓക്കെ, സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ടാഗ് എഴുതാം, ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡയലോഗ് എലമെൻറ്റ് നമുക്ക് കിട്ടണം. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ID കൊടുത്തുകൊണ്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞിട്ടുള്ള API ഉപയോഗിച്ച് നമുക്ക് ഈ എലമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ID കൊടുക്കാം. നമ്മൾ കൊടുത്ത ID അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എലമെൻറ്റ് കിട്ടും. അതിൻ്റെ എലമെൻറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനോട് ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ കൊടുക്കാം. എലമെൻറ്റ് ഡോട്ട് ഷോ മോഡൽ ഇങ്ങനൊരു API ആണ് വിളിക്കേണ്ടത്. ഓക്കെ, സോ അത് വിളിച്ചു കഴിഞ്ഞാൽ ഈ പേജ് ലോഡ് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ ആ ഡയലോഗ് ഇവിടെ നമുക്ക് സെൻറ്ററിൽ കാണാൻ പറ്റും. സോ നമുക്കിത് ലോഡ് ചെയ്യുമ്പോഴല്ല വേണ്ടത്, നമുക്ക് ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ പറയുന്ന കോഡ് നമുക്കൊരു ബട്ടൺ ക്ലിക്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്കിതിന് മുകളിലൊരു ബട്ടൺ ഡിഫൈൻ ചെയ്യാം. ആ ബട്ടൺ നമുക്ക് ഒരു ക്ലാസ് ഓപ്പൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓൺ ക്ലിക്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ഡയലോഗ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷൻ വിളിക്കാം. ആ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ എഴുതാം. എന്നിട്ട് ആ ഫംഗ്ഷനകത്ത് നമുക്ക് ഇത് കൊടുക്കാം. നമ്മൾ നേരത്തെ എഴുതി അതേ ലോജിക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ഡയലോഗ് അടിക്കുമ്പോഴായിരിക്കും നമ്മളുടെ ഈ പോപ്പപ്പ് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഗ്രേ ആയിട്ട് ഷെയ്ഡായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലത്തൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എലമെൻറ്റുകളൊന്നും. സോ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഫെയ്ഡ് ആക്കണമെങ്കിൽ നമ്മൾ ഈ ഷോ മോഡലിന് പകരം നമ്മൾ ജസ്റ്റ് ഷോ എന്ന് കൊടുത്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ട് എലമെൻറ്റൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ രണ്ട് API ആണുള്ളത്, ഒന്ന് ഷോയും ഒന്ന് ഷോ മോഡലും. മോഡലാണെങ്കിൽ നമുക്ക് നമ്മുടെ പേജ് എലമെൻറ്റിലത്തെ വേറെ ഐറ്റംസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ എലമെൻറ്റ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഈ എലമെൻറ്റും ഈ ബട്ടനൊക്കെ നമുക്ക് CSS ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സോ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് എഴുതാം. എന്നിട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്. ഈ സ്റ്റൈലിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഇതൊരു ബേസിക് CSS സ്റ്റൈലിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ബട്ടന് കളർ കൊടുക്കുക, ഈ പോപ്പപ്പിന് ബോർഡർ റേഡിയസ് കൊടുക്കുക, അങ്ങനത്തെ ഒരു ബേസിക് സ്റ്റൈലിംഗ് ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ബട്ടൺ, ഈ ഓപ്പൺ ഡയലോഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡയലോഗ് ഇവിടെ വന്നു. നമ്മൾ ഷോ എന്ന് അടിച്ചുകൊണ്ട് നമുക്ക് സാധാരണ ഡയലോഗ് വന്നു. ഷോ മോഡലാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫുൾ പേജ് പോപ്പപ്പ് ഇവിടെ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ ക്ലോസ് എന്ന് പറഞ്ഞൊരു API വിളിക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഡയലോഗ് ബോക്സിനകത്ത് കുറച്ച് കണ്ടന്റ് ഇടാം. ആദ്യം നമുക്കൊരു ടൈറ്റിലും ഒരു ടെക്സ്റ്റും ഇടാം. പിന്നെ നമുക്കൊരു ബട്ടൺ ഇടാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലാണ് ക്ലോസ് ആവേണ്ടത്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോസ് ഡയലോഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുകയാണ്. ആ ഫംഗ്ഷൻ നമുക്കിവിടെ എഴുതാം. ആ ഫംഗ്ഷൻ ഇതേപോലെ തന്നെ ആ ഡയലോഗ് എലമെൻറ്റ് നമ്മൾ ആക്സസ് ചെയ്യുക. എന്നിട്ട് എലമെൻറ്റ് ഡോട്ട് ക്ലോസ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, സോ നമ്മൾ റിഫ്രഷ് ചെയ്യുന്നു, ഓപ്പൺ ഡയലോഗ് അടിക്കുന്നു. നമ്മുടെ ഡയലോഗ് നമ്മൾ സ്റ്റൈൽ ചെയ്ത ഡയലോഗ് ഇവിടെ വന്നിട്ടുണ്ട്. ക്ലോസ് ബട്ടൺ നമ്മൾ റെഡ് കളർ കൊടുത്തേക്കുന്നത് ഇവിടെ. സോ നമ്മൾ ക്ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയലോഗ് ക്ലോസ് ആയി. ഓക്കെ, സോ ഈ ഡയലോഗ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാം, പൊസിഷൻ ചെയ്യാം. എന്ത് വേണമെങ്കിൽ സാധാരണ HTML സ്റ്റൈൽ ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫോം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡയലോഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് ഈ ഡയലോഗ് ക്ലോസ് ചെയ്യണം. സോ അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. സോ അതിന് ബേസിക്കലി ചെയ്യുന്നത് ഈ ഡയലോഗിനകത്ത് ഒരു ഫോം ഉണ്ടെങ്കിൽ, സോ അതിൻ്റെ മെത്തേഡ് ഗെറ്റും പോസ്റ്റും അല്ല ഡയലോഗ് ആണെങ്കിൽ, ഓക്കെ, സോ അതിനകത്ത് ഒരു സബ്മിറ്റ് ബട്ടൺ ടൈപ്പ്, ഡീഫോൾട്ട് ഒരു ഫോമിനകത്ത് ബട്ടൻ്റെ ടൈപ്പ് സബ്മിറ്റ് ആയിരിക്കും. നമുക്ക് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് കൊടുക്കാം, സബ്മിറ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലോസ് ഈ ഫംഗ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, അത് നമുക്ക് ഹൈഡ് ചെയ്യാം, അവൻ തന്നെ ക്ലോസ് ആയിക്കോളും. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ഡയലോഗ് അടിച്ചു, ഇവിടെ ക്ലോസ് ഉണ്ട് സബ്മിറ്റും ഉണ്ട്. ക്ലോസ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, നേരെ സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ഡയലോഗ് ക്ലോസ് ആവും. പിന്നെ നമ്മൾ ആ ഫോമിൻ്റെ ഡാറ്റ എടുത്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ ഡയലോഗ് ആ സബ്മിറ്റ് അടിക്കുമ്പോൾ ക്ലോസ് ആവുകയും ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് പല യൂസ് കേസുകളിൽ നമുക്ക് എന്താ പോപ്പപ്സ് കാണിക്കേണ്ടത് ആവശ്യം വരാറുണ്ട്.
സോ അങ്ങനത്തെ കേസുകളിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടാഗാണ് ഈ ഡയലോഗ് ടാഗ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത HTML വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.